ഹോണ്ട കരിസ്മ ഒരു കാലത്ത് എന്താണ് സ്പോർട്സ് ബൈക്ക് എന്ന് ഇന്ത്യക്കാരനെ കാണിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫുൾ ഫെയർഡ് ആയിട്ടുള്ള ഒരു ബിക്നി ഫെയർഡ് ആയിട്ടുള്ള സ്പോർട്സ് ബൈക്ക് എന്ന് ഇന്ത്യക്കാരനെ കാണിച്ചു കൊടുത്ത ബൈക്കാണ് ഹീറോ ഹോണ്ട കരിസ്മ. 2002 ലോഞ്ച് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രം എടുക്കാണ്ടായിരുന്ന ബൈക്ക്, അതായത് ഭയങ്കര പ്രീ ഓർഡർ ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു ബൈക്കായിരുന്നു ഹീറോ ഹോണ്ട കരിസ്മ. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിയിലേക്ക് ഇതൊന്ന് കാണാനായിട്ട് കൊതിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് കാശുള്ള നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അന്നൊക്കെ ഹീറോ ഹോണ്ട കരിസ്മ എടുക്കുന്നത്. അല്ലാത്തവർക്ക് ആ വിലയുമായിട്ട് സെറ്റായി പോകത്തില്ല. അങ്ങനെ നിന്ന ഹീറോ ഹോണ്ട കരിസ്മ എന്തായാലും 2009-8 ആയപ്പോഴത്തേക്കും ഭയങ്കര ഹിറ്റായി മാറി. 2008-9 ആയപ്പോൾ ഹീറോ ഹോണ്ട സൂപ്പർ സ്പോർട്സ് എന്ന് പറഞ്ഞ് പ്രീമിയം സ്പോർട്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് കാറ്റഗറി വന്നു, നോർമൽ കരിസ്മ വന്നു. അത് കഴിഞ്ഞിട്ട് കരിസ്മ R എന്ന് പറഞ്ഞ സാധനം വന്നു. രണ്ടിന്റെയും ഹൃത്തിക് റോഷന്റെ പരസ്യം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും സെറ്റായിരുന്നു. സെക്കൻഡ് സീരീസ് കരിസ്മ R വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സെയിൽ പിക്കപ്പ് ചെയ്തത്. കാരണം അന്നത്തേക്ക് നമ്മുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റ് കുറച്ചും കൂടി ഇവോൾവ് ചെയ്തു. വലിയ അത്യാവശ്യം വിലയുള്ള ബൈക്കുകളൊക്കെ മേടിക്കാൻ തുടങ്ങി. അതിന് മുമ്പ് ഏറ്റവും വിലയുള്ള ബൈക്ക് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റാണ്. ബുള്ളറ്റ് കഴിഞ്ഞാൽ പിന്നെ കരിസ്മയ്ക്ക് ഉണ്ടെങ്കിൽ ആരും അങ്ങനെ മേടിക്കാറില്ല. ബുള്ളറ്റിന് അന്നും അത്യാവശ്യം വിലയുണ്ട്, ആൾക്കാർ മേടിക്കുന്നുണ്ട്. കരിസ്മയൊക്കെ അപ്പർ പ്രീമിയം സെഗ്മെന്റിൽ ഉണ്ടായിരുന്ന ബൈക്കാണ്. പിന്നെ കോമ്പറ്റീഷൻ പറഞ്ഞാൽ പൾസർ 180 ഉണ്ട്. 180ക്ക് ഈ ഒരു ലുക്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു സ്പോർട്സ് ബൈക്കിന് ലുക്ക് കിട്ടാത്തതുകൊണ്ട് ആരും അങ്ങനെ അങ്ങോട്ട് കരിസ്മയായിട്ട് കമ്പയർ ചെയ്യത്തില്ലായിരുന്നു. സോ അങ്ങനെ 2008 കൂടി കരിസ്മ R വന്നു. ആ ഹൃത്തിക് റോഷന്റെ പരസ്യമൊക്കെ വന്നു, സംഭവം സെറ്റായിട്ട് പോയി. അങ്ങനെ നിന്ന കരിസ്മ Rനെ പിന്നീട് 2010 തോന്നുന്നു ഇസ്രമാർ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. ഇസ്രമാർ എന്ന് പറഞ്ഞ മോഡൽ കൊണ്ടുവന്നത് അത് സത്യം പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടും ബാക്കും, ഫ്രണ്ട് സത്യം GSXR പഴയൊരു മോഡലിനുമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു ഫ്രണ്ടാണെന്ന് എല്ലാവരും വന്ന് റിവ്യൂലൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം GSXR ഒരു 70% ഓക്കെയാണ് കരിസ്മയുടെ ഫ്രണ്ടിലത്തെ ഫെയറിങ് കേട്ടോ. ബാക്കിലത്തേത് എന്തോ വലിയൊരു അന്നത്തെ ഹീറോ ബൈക്കുകൾക്കെല്ലാം ഒരു നമ്മുടെ അവതാറിന്റെ ആ കുതിരയുടെ ഒരു ഷേപ്പിലൊരു സെറ്റപ്പാണ്. ലൈക്ക് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ ഡിസൈനാണ് ഹീറോ ഈ ഒരു ഫിലോസഫി വിളിച്ചുകൊണ്ടിരുന്നത്. സംഭവം എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം കരിസ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം, കരിസ്മ R അല്ലെങ്കിൽ കരിസ്മ പ്രീമിയം സ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് അതിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് പൊട്ടിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അതൊരു പഴയൊരു ഹോണ്ട CBR 1000 RRന്റെ ഒക്കെ ഒരു ബേസ് ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പഴയ ഡിസൈൻ ആയതുകൊണ്ട് അകത്ത് ഈ പ്ലാസ്റ്റിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് സ്ട്രെങ്ത് കൊടുക്കാൻ 220 പോലൊരു ചാസി ഇല്ല. 220ക്കൊക്കെ അകത്തൊരു ചാസിയാണ്, ചെറിയൊരു ചാസിയും ചെറിയ കമ്പി വെച്ചിട്ടാണ് അതിന്റെ മേളിലാണ് ഈ പ്ലാസ്റ്റിക് കൊടുത്തേക്കുന്നത്, ബോൾട്ട് ചെയ്തേക്കുന്നത്. ഇതിനങ്ങനെയില്ല. ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാസ്റ്റിക്കിനെ കണക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്തായാലും അവർ പക്കയായിട്ട് സെറ്റ് ചെയ്തത് ഇസ്രമാറാണ്. ഇസ്രമാറിന്റെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വീണാൽ പോലും ഒരു കുഴപ്പമില്ല. കരിസ്മ R ഉള്ളവർക്കറിയാം, ഒന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ 3 ലോകം കാണും. കാരണം ഞാൻ പണ്ട് മേടിച്ചിട്ട് എനിക്ക് പുതിയ കരിസ്മ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് വീണപ്പോൾ എനിക്ക് മുടക്കേണ്ടി വന്ന 7000 രൂപയാണ്. കാരണം അതിന്റെ കൗളിനൊക്കെ നല്ല വിലയാണ്. അത് കിട്ടത്തുമില്ല. നമ്മൾ ലോങ് വെയിറ്റ് ചെയ്തൊക്കെ മേടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കൊണ്ട് വയ്ക്കുമ്പോൾ എങ്ങനെ സ്റ്റാൻഡ് ഉറച്ചില്ലെങ്കിൽ പിന്നെയും വീഴും, പിന്നെയും മുടക്കണം കാശ്. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ക്രാഷ് കാർഡില്ലാത്ത ഡിസൈനാണ്. അതെല്ലാം മാറി സിസറന്മാരിലോട്ട് വന്നപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഒക്കെ സെറ്റായി. പിന്നെ ഭയങ്കര ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും വലിയ പെർഫോമൻസ് അപ്ഗ്രേഡ് ഒന്നും വന്നില്ല. ആ പാടെ വന്ന മാറ്റം PGM-FI പ്രോഗ്രാം ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഹീറോ ഹോണ്ടയുടെ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല റിഫൈൻഡ് ആക്കി CBF 230 എഞ്ചിൻ കുറച്ചും കൂടെ ഡീറ്റ്യൂണൊക്കെ ചെയ്ത് റിഫൈൻഡ് ആക്കി എടുത്താണ് ഇസ്രമാർ. 2 bhp പവർ കൂടുതലുണ്ട്. പിന്നെ ടോപ്പ് സ്പീഡ് കരിസ്മ Rനേക്കാളും കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആക്സലറേഷൻ 0 to 60 3 സെക്കൻഡ്സിൽ താഴെ 2.9 സെക്കൻഡ്സിൽ 0 to 60 കയറുമായിരുന്നു. പഴയ കരിസ്മ 3.1 സെക്കൻഡ്സ് ആണ് 0 to 100. അങ്ങനത്തെ 60 അങ്ങനത്തെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. സോ ഇസ്രമാർ വന്നു. ഇസ്രമാറും ഒരു സബ്സ്റ്റാൻഷ്യൽ ക്വാളിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലും ലുക്സിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ കരിസ്മയുടെ ആ ഒറിജിനൽ എന്ത് പറയണ്ട ഒരു ഓറ അല്ലെങ്കിൽ ആ ഓടിക്കുമ്പോൾ റൈഡിങ് ഫീൽ അത് എന്തായാലും ഹീറോ സെറ്റാക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഹീറോ കൊണ്ട് സെറ്റായിട്ട് കൊണ്ടുവന്നു. കാരണം ആ റൈഡിങ് ട്രയാങ്കിൾ ഉണ്ട്, ഒരു ന്യൂട്രൽ റൈഡിങ് പൊസിഷൻ. നമുക്ക് എത്ര കിലോമീറ്റർ പോയാലും ഹാൻഡിലിന്റെ ആ ഒരു പ്ലേസ്മെന്റ് ഒക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഒട്ടും സ്പോർട്ടി അല്ലെങ്കിൽ ഒട്ടും മടുക്കാത്ത രീതിയിലാണ് അതിന്റെ ഹാൻഡിൽ ഡിസൈനൊക്കെ വന്നത്. സോ ഇസ്രമാർ കുഴപ്പമില്ലാത്തൊരു അപ്ഗ്രേഡ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഹീറോ ഹോണ്ട ഒറിജിനൽ കരിസ്മ കുറെ പോരായ്മകൾ അഡ്രസ് ചെയ്തൊരു മോഡലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഹീറോ ഹോണ്ടയ്ക്ക് ഇത്ര നല്ലൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇത്ര ലെജൻഡ് ആയിട്ടൊരു ബ്രാൻഡ് കയ്യിലുണ്ടായിട്ടും അവന്മാർ എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനത്തെയൊക്കെ ഒരു ബ്രാൻഡ് ചിന്തിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഈ ഇസ്രമാർ വന്നപ്പോൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ബാക്കിലും ഫ്രണ്ടിലും ടയറാണ്. 18 ഇഞ്ച് വീൽസ് എന്ന് പറഞ്ഞാൽ ടൂറേഴ്സിന് വരെ ഓക്കെയാണ്. സ്പോർട്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 17 ഇഞ്ച് വീൽസ് വേണം. കാരണം കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുന്നത് 17 ഇഞ്ച് വീൽസ് ആണ്. അങ്ങനെ 17 ഇഞ്ച് വീൽസിന് പകരം 18 ഇഞ്ച് വീൽസ് പിന്നെ പ്യൂണി ടയേഴ്സ് ഒക്കെ ആയിരുന്നു ഇസ്രമാറിന്റെ പ്രശ്നം. അങ്ങനെ ഇസ്രമാർ ഒരു വഴിക്കായി. പക്ഷെ ഞാൻ അന്ന് ഷോറൂമിൽ പോയി നോക്കിയപ്പോഴത്തേക്കും കുറെ ബുക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് അന്നത്തെ എക്സിക്യൂട്ടീവ് പറഞ്ഞത് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞത്, നിരത്തി വെച്ചേക്കുന്നുണ്ട് ഇസ്രമാർ പണ്ട് 2010-11 ഒക്കെ. സോ ഇസ്രമാർ പ്രതീക്ഷ ഹിറ്റായില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ആ കാലത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹീറോ പോയിട്ട് എറിക് ബുവൽ റേസിംഗ് മേടിക്കുന്നത്. EBR മേടിച്ചപ്പോഴത്തേക്കും EBRന്റെ കുറെ ബൈക്കുകളുടെ കോപ്പി ഇവർക്ക് കിട്ടി. അപ്പോൾ വേറെ ഏത് കമ്പനിയാണെങ്കിലും ആ ബൈക്കിന്റെ കോപ്പി അതേപടി അടിക്കാനായിട്ട് നോക്കും. സോ അതിന് ഫസ്റ്റായിട്ട് 17 ഇഞ്ച് വീൽസ് വേണം, അത്യാവശ്യം വലിയ ടയറുകൾ വേണം. കാരണം നമ്മുടെ FC ഇറങ്ങിയോടുകൂടി ടയർ സൈസിന് ഭയങ്കര പ്രാധാന്യം ഇന്ത്യൻ ജനത കൊടുത്തു തുടങ്ങി. അത് ഒന്നും യുവമാരുടെ തല കയറിയിട്ടില്ല. യുവമാർ നേരെ EBRന്റെ 190 എന്ന ബൈക്ക് നേരെ എടുത്തിട്ട് അതിന്റെ ഫ്രണ്ടിലെ കൗളും
അതിന്റെ ലൈറ്റിന്റെ പാറ്റേണും ഫ്രണ്ടിലെ കവളും അതിന്റെ ലൈറ്റും ബാക്കിലെ ടെയിൽ ലൈറ്റും എല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ കരിസ്മ ടാങ്കും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് അന്ന് ഈ വർക്ക്ഷോപ്പ് ഉണ്ട്, വർക്ക്ഷോപ്പ് ഈ മോഡിഫൈ ഒക്കെ ചെയ്തിരുന്ന വർക്ക്ഷോപ്പ്. അവിടെ ഞാൻ നമ്മുടെ ഒരു 180 കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചേട്ടന്മാർ നല്ല സൂപ്പറായിട്ട് ഹയാബുസ വരെ നമുക്ക് ഉണ്ടാക്കി തരും. കണ്ട ഒറിജിനൽ പോലെ ഇരിക്കുന്ന ഹയാബുസ വരെ ഉണ്ടാക്കി തരും. അങ്ങനത്തെ കുറേ വണ്ടികൾ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. കാരണം നമുക്കന്ന് വേറെ ഓപ്ഷൻ ഇല്ല. ആ അവർ പണിതാൽ പോലും ഇതിലും പെർഫെക്ഷൻ വരും. അത്രയ്ക്ക് മോശമായ ഡിസൈൻ ആയിരുന്നു. EBR ഇൻസ്പയർഡ് കരിസ്മ ആറും കരിസ്മ ഇസറന്മാരും ഒരു രക്ഷയില്ല. കാരണം അവിടെ ഇവിടെയും ചേരാത്ത രീതിയിൽ ഒരു വല്ലാത്ത ഡിസൈൻ. കാരണം കരിസ്മ ഒറിജിനൽ ടാങ്ക് അത് ക്രൂയിസർ ടൈപ്പ് ഓഫ് ടാങ്ക് ആണ്. അത് അതേപടി തന്നെ എടുത്ത് വെച്ചിട്ട് കുറച്ചും കൂടെ ബൾബസ് ടാങ്ക് കൊടുത്തിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. അതുപോലെ വീല് സെയിം ചെറിയ വീല് തന്നെ എങ്ങനെ 10 ഇഞ്ച് ചെറിയ എന്തോ വ്യത്യാസം ഉണ്ടെങ്കിലും വലിയ നമുക്ക് കാണുമ്പോൾ വലിയ വ്യത്യാസം വരത്തില്ല. 18 ഇഞ്ചിന്റെ അലോയ്സ് അതേപടി എനിക്ക് എടുത്തു വെച്ചു. സീറ്റിംഗ് പൊസിഷനും കുറച്ചും കൂടെ വാദമായെന്ന് തോന്നുന്നു. എനിക്ക് ഈ എറിക് ബ്യൂവൽ അല്ലെ EBRന്റെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഇസറന്മാരും കരിസ്മാരും ഓടിച്ചിട്ട് ഭയങ്കര മോശം ഫീലാണ് തോന്നിയിട്ടുള്ളത്. കാരണം ആ പഴയ ന്യൂട്രൽ ഹാൻഡ്ലിംഗ് ഒക്കെ മാറി കുറച്ചും കൂടെ സ്റ്റിഫൻഡ് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ഒക്കെ തുടങ്ങി. ഇത് കഴിഞ്ഞ് എറിക് ബ്യൂവൽ റേസിംഗിന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാളത്തേക്ക് ഹീറോ വണ്ടികളൊന്നും ഇറക്കിയിട്ടില്ല. കരിസ്മ എന്ന പേരിൽ വണ്ടികളേ ഇല്ലായിരുന്നു കുറെ വർഷത്തേക്ക്. കാരണം ഇത്രയ്ക്ക് ബ്രാൻഡ് ലോയൽറ്റി ഉള്ള ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ കരിസ്മ എന്ന ബ്രാൻഡ് തന്നെ വേണം. ഇത്രയും ബ്രാൻഡ് ലോയൽറ്റി ഉള്ള ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇവന്മാർ കുറെ വർഷത്തേക്ക് ഒരു ബൈക്ക് പോലും ആ പേരിൽ ഇറക്കിയിട്ടില്ല. അവസാനം ഡ്യൂക്ക് വന്നു, KTM വന്നു. ഡ്യൂക്ക് അപ്പഴേ ഉണ്ട്, ഓക്കെ. KTM ഒക്കെ ഫീൽഡ് കിട്ടി. പൾസർ RS വന്നു, NS വന്നു. അങ്ങനെ കിടിലം ബൈക്കുകൾ ഇഷ്ടംപോലെ വന്നു. അവസാനം കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2024-ലോ 2023-ലോ എങ്ങാണ്ടാണ് അവർ കരിസ്മ എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നത്. സോ കരിസ്മ പുതിയതിനെ കുറിച്ച് പറയുന്നത് കരിസ്മ XMR എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നായിരുന്നു. കരിസ്മ XMR-നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ആകെപ്പാടെ എൻ്റെ കാവസാക്കി നിഞ്ചയേക്കാളും വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആലപ്പുഴയിൽ എങ്ങാണ്ട് 2 ബൈക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് മോശമായി പോയി സെയിലെന്ന് വേണം കരുതാനായിട്ട്. ആലപ്പുഴയിൽ എന്തായാലും 2-3 ബൈക്ക് കൂടുതൽ എന്തായാലും കരിസ്മ XMR ഇല്ല. നല്ല ബൈക്കാണ് കേട്ടോ, പെർഫോമൻസ് കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇത്ര നാള് ഈ ഒരു എന്താ പറയണ്ട അവന്മാർ ഈ ബൈക്ക് മാറ്റി വെച്ച് അവസാനം ഇറക്കിയപ്പോഴത്തേക്കും വല്ലാണ്ട് കാലം മാറിപ്പോയി. ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒക്കെ നല്ലോണം ഇവോൾവ് ചെയ്തു. ആ ഒരു ഇവല്യൂഷനിലോട്ട് കരിസ്മ എന്ന ബ്രാൻഡിനെ എത്തിക്കാൻ പറ്റിയില്ലെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ആ സമയം കൊണ്ട് ഇത്ര നാളത്തെ ഗ്യാപ്പ് കൊണ്ട് ആൾക്കാരെല്ലാം ഈ കരിസ്മ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ മൊത്തത്തിൽ മറന്നുപോയി. പിന്നീട് അവന്മാർ പുതിയൊരു ലോഞ്ച് ചെയ്തിട്ടൊന്നും വലിയൊരു സെറ്റപ്പ് വന്നില്ല. അപ്പോഴത്തേക്കും ഹീറോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ബേസ്ഡ് ബൈക്കായി മാറി, ബൈക്ക് കമ്പനിയായി മാറി. കരിസ്മ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു റീകോൾ കിട്ടാത്തൊരു ബ്രാൻഡായി പോയി. വളരെ കുറച്ച് സെയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. സോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, കാരണം ഇത്ര നല്ലൊരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു ബ്രാൻഡ് കയ്യിലുണ്ടായിരുന്നിട്ടും അത് വേണ്ട പോലെ യൂസ് ചെയ്യാതെ ഭയങ്കര ഡിലേ അടിച്ച് അത് ലോഞ്ച് ചെയ്ത് സ്വയം കുളവായ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഹീറോ തന്നെയാണ്. കാരണം ബജാജ് ഒക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ബ്രാൻഡ് കയ്യിലുണ്ടെങ്കിൽ അവർ എങ്ങനെയെങ്കിലും അത് ഫുള്ള് യൂട്ടിലൈസ് ചെയ്യും. പിന്നെ EBRന്റെ ഞാൻ പറഞ്ഞു EBR റേസിംഗിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടി. EBR പൂട്ടിപ്പോയി. അപ്പോഴത്തേക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് അവരുടെ EBR 1190യുടെ ഡിസൈൻ ഒക്കെ ഇവർക്ക് വേണേൽ സുഖമായിട്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു വേർഷനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭയങ്കര ലുക്കായി പോയേനെ. അല്ലെങ്കിൽ ബ്രാൻഡിന്റെ മൊത്തത്തിലുള്ള ലുക്സ് മൊത്തത്തിൽ മാറി. അതിന് പകരമായിട്ട് കരിസ്മ ടാങ്കും ഒറിജിനൽ കരിസ്മ ടാങ്കും ഫ്രണ്ട് EBRന്റെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കൗളും പിന്നെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു എന്ത് പറയണ്ടേ വീട്ടിൽ പണിതാൽ പോലും ഇതിന് പെർഫെക്ഷൻ കിട്ടും. ഇതുപോലത്തെ ഒരു ബൈക്കാണ് ഇവന്മാർ പടച്ചു വെച്ചത്. അതുകൊണ്ടായിരിക്കാം മൊത്തത്തിൽ പിന്നെ ഈ XMR എന്ന് പറഞ്ഞ് വന്നപ്പോൾ നല്ലൊരു ബൈക്കാണെങ്കിൽ പോലും ആൾക്കാർക്ക് തീരെ താല്പര്യമില്ലാതെ പോയെന്ന് തോന്നുന്നു. സോ കരിസ്മ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോഴും എനിക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ളു. കാരണം നമ്മുടെ മനസ്സിൽ ഒരു സ്പോർട്സ് ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പഴയ R1ഉം CBR ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്പോർട്സ് ബൈക്ക് ഏതെന്ന് വെച്ചാൽ കരിസ്മ തന്നെ വരത്തുള്ളൂ. അതിനി എത്ര കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ വരത്തുള്ളൂ. അത് അങ്ങനെ ആയിപ്പോയി. നമ്മൾ ജീവിച്ചു വളർന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മൾ മേടിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ബൈക്ക് എന്ന് വെച്ചാൽ കരിസ്മ തന്നെയാണ്. അങ്ങനെ ഒരു ലെജൻഡിനെ ഹീറോ കൊന്നെന്ന് തന്നെ പറയാൻ പറ്റും. താങ്ക്